ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. സോ ഒരുപാട് സംസാരിച്ച സമയം കളയുന്നില്ല, ലെറ്റ് സ്റ്റാർട്ട്. ഇന്ന് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഡേ ആണ്. സ്പെഷ്യൽ ഡേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അതായത് എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട്. കാരണം അവർ എൻഗേജ്മെൻറ്റിൻ്റെ ടൈമിലും അവരിവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് ഒരു പരിപാടിക്കും കൂടാൻ പറ്റില്ല. എന്നെ അങ്ങനെ കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം കാണുകയാണ്. ആൻറ്റിയും അങ്കിളും മോനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വരുവായതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു സാരി ഉടുത്തേക്കാം. ഇത് പിന്നെ വേറൊരു കാര്യം, ഈ ഒരു സാരി എൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന് എടുത്തു കഴിഞ്ഞിട്ട് ഞാനിത് അങ്ങനെ ഉടുത്തിട്ടേ ഇല്ല. അതുപോലെ അവിടെ ഇരിക്കാം, നമ്മളെങ്ങും പോകുന്നില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ എന്തിനാ എന്നാ ഉടുത്തേക്കാം എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് സാരിയൊക്കെ ഉടുത്തു. അത് കഴിഞ്ഞിട്ട് ഹെയർ ഡ്രയറൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഹെയറൊക്കെ ഒന്ന് ഡ്രൈ ചെയ്തു. പിന്നെ ഞാൻ ഈ മേക്കപ്പിൽ അങ്ങനെ വലിയ പ്രാവീണ്യം ഉള്ള ആളൊന്നുമല്ല. എൻ്റെ ഒരു കംഫർട്ട് സോൺ അനുസരിച്ച് എനിക്കറിയാവുന്നത് എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്നു, അല്ലെങ്കിൽ തന്നെ റെഡി ആവുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷനൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ അമ്മച്ചീൻ്റെ ഒരു മേക്കപ്പ് ലുക്ക് ഇട്ടില്ലേ, ആ ഒരു ടൈം കഴിഞ്ഞിട്ട് എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ഒക്കെ ടൈമിൽ വാങ്ങിയതാ. ഇങ്ങോട്ട് വരും അണിച്ചേരണം കേട്ടോ. നമുക്ക് ഈ മുത്ത് എല്ലാം ചെയ്യുക കേട്ടോ. മേക്കപ്പ് ഒക്കെ നല്ലതല്ലേ ഗൈസ്, നമുക്ക് നോക്കാവേ. അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ ബൈ. കസിൻ്റെ കുഞ്ഞാണ്, അവൻ ഇടയ്ക്ക് വന്നിട്ട് എന്തൊക്കെയോ പറയാം. അവനും ഇട്ട് കൊടുക്കാൻ പറയട്ടോ ഓരോ സാധനങ്ങളൊക്കെ. നമ്മളെ കൊള്ളാവേ കേട്ടോ ഗൈസ്. ലൈക്ക് അടിക്കണം കേട്ടോ. ലൈക്ക് സബ്സ്ക്രൈബർ കേട്ടോ. സബ്സ്ക്രൈബർ ചെയ്യണേ, കുറേ സബ്സ്ക്രൈബർ. ഡെയിലി നമ്മൾ അങ്ങനെ ഒരുങ്ങാറില്ലെങ്കിലും വല്ലപ്പോഴും ഒക്കെ നമ്മുടെ ഒരു മനസ്സന്തോഷത്തിന് വേണ്ടിയിട്ടൊന്ന് ഒരുങ്ങി സാരിയൊക്കെ കൊടുത്ത് നമ്മളെ തന്നെ കാണുമ്പോൾ ഒരു ചെറിയൊരു സാറ്റിസ്ഫാക്ഷൻ, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ച ഫൗണ്ടേഷൻ വന്നിട്ട് ഫിറ്റ്മിയുടെ ആണ് കേട്ടോ. ഇതൊക്കെ കുറേ നാളായിട്ട് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന, ഭാഗ്യത്തിന് എക്സ്പയറി ഡേറ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അത് കുറച്ചെടുത്തിട്ട് യൂസ് ചെയ്തു. വളരെ കുറച്ചെടുത്തുള്ളൂ കേട്ടോ. അടി തരും ഞാൻ. ചെയ്യാൻ പോവാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലേ? വീഡിയോ ചെയ്യണം കേട്ടോ. ഓക്കെ, ശരി, ബൈ ബൈ. അവസാനം അവൻ്റെ ശല്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഞാൻ അവനോട് പൊക്കോളാൻ പറഞ്ഞു കേട്ടോ. കാരണം ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒരു ഐഷാഡോ പാലറ്റ് എടുത്തു. അതിനകത്തുനിന്ന് ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു ഓറഞ്ച് ഷെയ്ഡ് പോലെ തോന്നും. നമുക്കിത് ചെയ്യാം കേട്ടോ, നമുക്ക് കൊള്ളാം കേട്ടോ. ഓക്കെ, ശരി, ബൈ ബൈ. നീ മുത്താ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ശരി കേട്ടോ. എന്ത് അവസ്ഥയെന്ന് അറിയത്തില്ല കേട്ടോ. നമുക്ക് വീഡിയോ ചെയ്യും കേട്ടോ. സബ്സ്ക്രൈബർ, ലൈക്ക്. ഓക്കെ, ശരി, ബൈ ബൈ. അങ്ങനെ ഞാൻ ലാസ്റ്റ് ഒരു കുറച്ച് ഐഷാഡോ എടുത്തിട്ട് എൻ്റെ കണ്ണിൻ്റെ താഴെയും കണ്ട മേളിലും സെയിം ഷെയ്ഡ് വെച്ചിട്ടൊന്ന് മെർജ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഒരേ ഈവൻ ടോൺ ആയിട്ട് തോന്നും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കുറച്ച് ഡാർക്ക് സർക്കിൾസ് ഉണ്ടായിരുന്നു. എൻ്റെ കണ്ണിലൊരു അലർജി വന്നപ്പം ഞാൻ കൈ വെച്ചിട്ട് നമ്മളിങ്ങനെ കണ്ണിൽ തിരുമില്ലേ, എൻ്റെ അടുത്ത് എല്ലാവരും പറയായിരുന്നു അങ്ങനെ കണ്ണിട്ട് ഇങ്ങനെ തിരുമരുത്, കണ്ണ് കറക്കും, കണ്ണിൻ്റെ പോളയൊക്കെ ഇതാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഞാനതൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു കണ്ണിൽ. ഇപ്പോൾ ഞാൻ പക്ഷേ ഒരു ഐ ക്രീമൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് സ്പെസിഫിക് ആയിട്ട്. അതിന് റിസൾട്ട് കിട്ടുന്നുണ്ട്. എനിക്കത് കംപ്ലീറ്റ്ലി മാറിക്കഴിയുമ്പോൾ ഞാനതൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അതിനുശേഷം കുറച്ച് കോമ്പാക്ട് പൗഡർ എടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്തു. അങ്ങനെ ഭയങ്കര വലിയ മേക്കപ്പ് ഒന്നും അല്ല കേട്ടോ. ജസ്റ്റ് കുറച്ച് ഫൗണ്ടേഷൻ ഇട്ടു, അതിൻ്റെ മേലെ കൂടെ കുറച്ച് പൗഡർ ഇട്ടു, ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് കണ്ണൊക്കെ എഴുതുന്നുണ്ട്. നോർമലി അതെല്ലാവരും ചെയ്യുന്നതാണ്. പിന്നെ ഇതൊരു വലിയ ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ടൊന്നും നിങ്ങൾ കാണണ്ട. ഞാൻ ജസ്റ്റ് റെഡി ആയതൊന്ന് ഷൂട്ട് ചെയ്തതേ ഉള്ളൂ. പിന്നെ എനിക്ക് നല്ല ടെൻഷനും ഉണ്ടായിരുന്നു, സമയവും പൊയ്ക്കൊണ്ടിരിക്കുക. അതിനിടെ കുക്ക് ചെയ്യണമായിരുന്നു. വീട്ടിലാണ് നമ്മൾ ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്തത്. അപ്പം ഞാനും അമ്മയും എൻ്റെ സിസ്റ്ററും കൂടിയിട്ട് വൈകിട്ട് തന്നെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചു. അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ പരിപാടിയും കഴിഞ്ഞിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനിടയ്ക്ക് എനിക്ക് ഇവൻ ഉള്ളത് കൊണ്ട് അങ്ങനെ വീഡിയോ ഭയങ്കരമായിട്ട് ചെയ്യാനും പറ്റില്ല. ഭയങ്കര ഡിസ്റ്റർബൻസ് ഇവൻ വന്നിട്ട് കേട്ടോ. ഇപ്പം ഞാൻ പോയിട്ട് എന്തോ സംഭവം എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് പോയത്, എനിക്കിപ്പോഴും ഓർമ്മയില്ല എന്തൊക്കെയാണ്. അത് തന്നെ ഞാനൊരു ഐഷാഡോ പാലറ്റ് വേറെ എടുത്തതാണ് കേട്ടോ. അതിനകത്തുനിന്ന് ഒരു ചെറിയ ഷിമർ ഷെയ്ഡും കൂടെ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ചെറുതായിട്ട് ഐബ്രോ ഒന്ന് ഡിഫൈൻ ചെയ്തു. എനിക്ക് ഒത്തിരി ഡാർക്കൺ ചെയ്യുന്നത് ഇഷ്ടമല്ല. പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യത്തേ ഉള്ളൂ.
അതിനുശേഷം ഞാൻ ഈ കമ്മലിടുന്ന കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. നമ്മൾ എങ്ങും പോവാത്തതുകൊണ്ട് എപ്പോഴും നോർമലി നമ്മുടെ കാതിലൊരു ഗോൾഡിന് എന്തെങ്കിലും ഒരു സ്റ്റഡ് ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയിട്ട് വേറെ ഇടാൻ നമുക്ക് ചേരില്ലാത്ത പോലെ തോന്നത്തില്ലേ? കുറേ നാളായിട്ട് ഇടാതിരുന്ന് കഴിയുമ്പം ഒരു ചെറിയ വ്യത്യാസം തോന്നും. അതുകൊണ്ട് ഫൈനലി എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ഫൈനലായപ്പം എന്ത് ചെയ്യണം എന്നറിയത്തില്ലായിരുന്നു. അങ്ങനെ സത്യത്തിൽ ഞാൻ ഈ കമ്മൽ തന്നെയാണ് കേട്ടോ അതിൻ്റെ കൂടെ ഇട്ടത്. ദെൻ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു ഗോൾഡൻ ഷിമർ ഷെയ്ഡ് ഉണ്ടായിരുന്നു, അത് കണ്ണിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്തു. അങ്ങനെ ആകുമ്പോൾ കണ്ണ് ചെറിയ ക്രൂഡഡ് ഐസ് ആയിട്ടുള്ളവർക്കൊക്കെ ഭയങ്കര കുറച്ചൊരു ഓപ്പണിംഗ് ആയിട്ട് ഒരു അപ്വേർഡ് മോഷനിൽ കണ്ണൊന്ന് ബ്രൈറ്റപ്പ് ആയ പോലെയൊക്കെ നമുക്ക് തോന്നും. ചിലരുടെ അങ്ങ് ഭയങ്കര കണ്ണുള്ളിലോട്ട് കയറിയവർക്ക് ഈ ഷിമർ ഷെയ്ഡ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒരു സീക്രട്ട് അതാണ്. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ കണ്ണൊന്ന് വിടർന്ന പോലെയൊക്കെ തോന്നും. അങ്ങനെ കണ്ണ് എഴുതിയും കൂടെ കഴിയുമ്പോൾ റെഡിയാവും. ചെറിയ കണ്ണുള്ളവർ ഒരിക്കലും താഴെ എഴുതാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. ടൈറ്റ് ലൈൻ ചെയ്തിട്ട് ഐ ഷാഡോ ഒക്കെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ദെൻ എൻ്റെ കണ്ണ് കുറച്ച് വലുതാണ്, ഇപ്പം കുറച്ച് ചെറുതായോ എന്ന് എനിക്ക് സംശയം. കാരണം അലർജി വന്ന ടൈമിൽ കുറച്ച് ചെറുതായ പോലെ എനിക്ക് തോന്നുന്നു. ഭയങ്കര ചൂടും ഉണ്ടായിരുന്നു അന്ന്. ദൈവമേ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ മഴയൊന്നും പെയ്യല്ലേ എന്ന്. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങും ഇറങ്ങാനും പറ്റില്ല. അവർ വന്നു കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് വെളിയിലോട്ട് പോലും ഒന്നും ഇരിക്കാൻ പറ്റില്ലല്ലോ. ഭാഗ്യത്തിന് അന്ന് മഴ പെയ്തല്ല, പക്ഷേ ചെറിയ വെയിലുണ്ടായിരുന്നുള്ളൂ. ആ വെയിലിൽ നല്ല ചൂടും ഉണ്ടായിരുന്നു. അകത്തിരുന്നിട്ട് തന്നെ എനിക്ക് ആവി എടുക്കുമായിരുന്നു. പിന്നെ ഞാനിവിടെ എനിക്ക് തോന്നുന്നു ഇത് സിസ് ബ്യൂട്ടിയുടെ ആണെന്ന് തോന്നുന്നു, എനിക്കിപ്പോൾ ഓർമ്മയില്ല. എൻ്റെ കയ്യിൽ കുറേ ഐലൈനേഴ്സ് ഒക്കെ ഉണ്ട്, ഏതൊക്കെയാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ്. സിസ് ബ്യൂട്ടിയുടെ ഒരു ഐലൈനർ വെച്ചിട്ട് ഞാൻ കണ്ണെഴുതി. ഇത് നല്ലൊരു ഒരു മെറ്റാലിക് ഫിനിഷ് തോന്നുന്നു. നമുക്കൊരു എന്താ പറയുക ഒരു ഗ്ലേസിങ് ഫീല് തോന്നുന്നു. ഒരു ജെറ്റ് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ഐലൈനർ ആട്ടോ. നമുക്കങ്ങനെ എന്താ പറയുക ഇറിറ്റേഷനൊന്നും തോന്നില്ല. പിന്നെ ഡെയിലി യൂസിന് ഇതൊട്ടും ആപ്റ്റ് അല്ല. വൈ? ബിക്കോസ് ഇത് നമ്മൾ കുറച്ചും കൂടെ ഹാർഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ചേർന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നത് നല്ലതല്ല. അതിന് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ വാഷബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഐലൈനേഴ്സ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ലാക്മേയുടെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്ക് എടുത്തു. ലൈറ്റ് ഷെയ്ഡ്, ഇത് ഒരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ. അതും കുറച്ച് അപ്ലൈ ചെയ്തു. പിന്നെ എൻ്റെ നെറ്റിയിൽ എപ്പോഴും ഐറ്റെക്സിൻ്റെ ആ പൊട്ട് ഉണ്ടാവും. അത് പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി ഒന്നുകൂടെ ഒന്ന് റീഅപ്ലൈ ചെയ്ത് വേറെ ഒരെണ്ണം സ്റ്റിക്ക് ഓൺ ചെയ്തതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു കോമ്പാക്ട് പൗഡറിൻ്റെ ബ്രഷ് എടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ ആ വിയർപ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് റെഡിയായി. ഇനി ഞാൻ ബ്ലഷൊന്നും ഇടത്തില്ല, പിന്നെ എനിക്ക് ഇടാൻ ഇഷ്ടമാണ്. പിന്നെ എൻ്റെ സ്കിൻ കളറിന് അങ്ങനെ ഭയങ്കര ബ്ലഷൊന്നും ഇട്ടാൽ ചേരില്ല എന്നാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെ ഞാനൊരു ഓണിയൻ പിങ്ക് ഷെയ്ഡും ഒരു ബ്രിക്കിൻ്റെ പോലത്തെ ഒരു ഷെയ്ഡുണ്ട്, അതും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയ പോർഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് രണ്ടും കൂടെ ഇടുമ്പോൾ എനിക്ക് എൻ്റെ സ്കിൻ ടോൺ വന്നിട്ട് അങ്ങനെ ഭയങ്കര വെളുത്തതും അല്ല, ഞാൻ ഭയങ്കര അതിന് താഴെയുള്ള ഷെയ്ഡും അല്ല. പക്ഷേ എൻ്റെ ഷെയ്ഡ് ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. എനിക്ക് നമ്മൾ കൊച്ചിലേ ഉള്ളൊരു കളറായിരിക്കത്തില്ലല്ലോ, നമുക്ക് വലുതാകുമ്പോൾ നമ്മുടെ സ്കിൻ കളറൊക്കെ മാറും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉള്ള പ്രോഡക്റ്റ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടതേ ഞാൻ നോക്കിയിട്ട് വാങ്ങാറുള്ളൂ. ഞാൻ അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റ് ഒന്നും എന്നും വാരിപ്പൂശിയൊന്നും പോകുന്ന ആളല്ല. എനിക്ക് ഇഷ്ടപ്പെടുന്ന മൊമെൻറ്റ്സ് ഒക്കെ വരുമ്പോൾ ഞാൻ ഒരുങ്ങാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കല്യാണം, എൻഗേജ്മെൻറ്റ്, വീട്ടിലെ ഫംഗ്ഷൻ അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ നന്നായിട്ട് എന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് വെക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. കാരണം അത് എനിക്കൊരു സാറ്റിസ്ഫാക്ഷനാണ്. അതുകൊണ്ട് ദെൻ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളെല്ലാവരും പോയിട്ട് മേക്കപ്പ് പഠിക്കണമെന്നോ മേക്കപ്പ് ചെയ്യണമെന്നോ ഒന്നും അല്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു ദിവസം അല്ലെങ്കിൽ ജസ്റ്റ് കുറച്ച് മൊമെൻറ്റ്സ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. സോ നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ബൈ. നമുക്ക് കുറച്ച് വിശേഷങ്ങൾ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാമേ. കംപ്ലീറ്റ് ലുക്ക് കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ കുറച്ച് ഫോട്ടോസ് നോക്കട്ടെ, ആഡ് ചെയ്യാം. ഈ സാരി വന്നിട്ട് പാലക്കാടുന്ന് വാങ്ങിയതാട്ടോ. പാലക്കാട് AR ഹാൻഡ്ലൂംസ് എന്ന് വാങ്ങിയിട്ടുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. എന്താ പറയേണ്ടത്, ഇത് എത്ര നമ്മൾ വാഷ് ചെയ്താലും ആ ഒരു മെറ്റീരിയലിൻ്റെ ഒരു സ്റ്റൈലുണ്ടല്ലോ, അത് അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മുടെ ഗസ്റ്റൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് ആൻറ്റി അങ്കിൾ അപ്പുറത്തേക്ക് പോയി. അപ്പോൾ നന്ദു ഒരു ലാപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു. അപ്പോൾ ചേച്ചി അടുത്തിരുന്നതൊക്കെ കാണുകയാണ് കേട്ടോ. പുള്ളിക്കാരന് ഭയങ്കര ഷൈ ഉള്ള ആളാണ്. ക്യാമറ ഫേസ് ചെയ്യാൻ ഭയങ്കര ഇതാണ്. പക്ഷെ ആളുടെ വർക്ക് റിലേറ്റ് ചെയ്ത് വെച്ചേക്കുമ്പോൾ ഒരുപാട് ക്ലിപ്പുകൾ എഡിറ്റ് ചെയ്യുന്നൊരു മനുഷ്യൻ എന്തിനാ ഇങ്ങനെ ക്യാമറയിൽ ഇങ്ങനെ നോക്കാൻ പാടെന്ന് എനിക്കറിയില്ല. അത് ചിലപ്പം ഓരോരുത്തരുടെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ.
അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവന് ഹൈദരാബാദിലായതുകൊണ്ട് തന്നെ ഇവർക്ക് ഇങ്ങനെ പറമ്പും തോട്ടമൊന്നും അങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവൻ ഇതൊക്കെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു വാ ഞാൻ എന്നാൽ ജസ്റ്റ് കൊണ്ട് കാണിക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ നാത്തും കൊച്ചും കൂടെ നടന്നു പോവാണ്. അവൾ പിന്നെ കോട്ടയം സൈഡ് ആയതുകൊണ്ട് അവർക്കിതൊക്കെ എന്താ പറയുക ഒരു ഇതല്ലല്ലോ. അങ്ങനെ ഞാനും നന്ദേട്ടനും ചേച്ചിയും എല്ലാവരും കൂടെ പോയിട്ട് ചുമ്മാ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ നടന്ന് മടുത്തു. ഞാൻ ഈ ചൂടത്ത് ഈ സാരിയും കൂടെ ആയതുകൊണ്ട് എനിക്കൊന്നും പറയണ്ടായിരുന്നു. അങ്ങനെ ആൻറ്റിയൊക്കെ വന്ന് ഫുഡൊക്കെ കഴിച്ചു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് തിരിച്ചു പോയി. അങ്ങോട്ട് ചെല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴേ ഒന്നും നടക്കത്തില്ലല്ലോ. എന്തായാലും എനിവേ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നു ഞാൻ. എല്ലാം നടക്കട്ടെ അല്ലേ. അത് കഴിഞ്ഞ് എപ്പോൾ വന്നാലും അഡോണിസിനുള്ളൊരു പരിപാടിയാണ്. അവന് അവിടെ കയറിയിരിക്കും വണ്ടിയിൽ. അവർ പോകുമ്പോൾ നമ്മൾ പിടിച്ചിറക്കിക്കൊണ്ട് പോകുമായിരിക്കും. അവൻ്റെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ. അവർ പോയി കഴിഞ്ഞ് നമ്മൾ കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ചപ്പം ആൻറ്റി എനിക്ക് കുറേ സ്വീറ്റ്സും ബേക്കറിയൊക്കെ കൊണ്ടു തന്നായിരുന്നു. എനിക്ക് പൊതുവേ മിക്സർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അനന്തുവിൻ്റെ അടുത്തും പറഞ്ഞിട്ടില്ല, അവൻ ഇടയ്ക്ക് വരുമ്പോൾ വാങ്ങിയിട്ട് വരുന്നതാണ് ഇങ്ങനെ ബേക്കറി ഐറ്റംസ്. അപ്പോൾ ഇത് ആൻറ്റി വാങ്ങി തന്നതാണ് കേട്ടോ. കുറേ ബേക്കറി ഉണ്ടായിരുന്നു, ഹോം മെയ്ഡ് കുക്കീസും പിന്നെ കേക്ക്, പിന്നെ ഷുഗർ ബോൾസ് പോലൊരു സംഭവം, അങ്ങനെ കുറേ ബേക്കറിയൊക്കെ വാങ്ങിച്ചു തന്നു. പിന്നെ ഒരു ഡയറി മിൽക്ക് സിൽക്ക് ഉണ്ടായിരുന്നു, അത് അഡോണി എപ്പോഴേ കരസ്ഥമാക്കി. അത് കഴിഞ്ഞിട്ട് കുറേ ചിപ്സ്, അങ്ങനെ എല്ലാം ഞാനൊന്ന് എടുത്തു നോക്കിയതാട്ടോ. എനിക്കങ്ങനെ ഈ പറഞ്ഞ പോലെ എൻ്റെ വീട്ടുകാർ അതല്ലെങ്കിൽ നന്ദുവൊക്കെ വരുമ്പോഴേ എനിക്കിങ്ങനെ കൊണ്ടുതരാറുള്ളൂ. പക്ഷെ സത്യം പറയാമല്ലോ, ഞാൻ ഈ ബേക്കറി ഒന്നും അധികം തിന്നത്തില്ല. പക്ഷെ എന്നാലും എനിക്ക് ആരിലൊക്കെ കൊണ്ടുതരുമ്പോൾ ഒരു സന്തോഷം. നമ്മളെ എന്ന് വിചാരിച്ചിട്ട് ഒരാൾ എന്തെങ്കിലുമൊക്കെ പാക്ക് ചെയ്തൊക്കെ കൊണ്ടുവരുമ്പോൾ ഒരു സന്തോഷം, അത്രേ ഉള്ളൂ. സത്യത്തിൽ ഇതെല്ലാം അവനായിരിക്കും കഴിക്കുന്നത്. കൊച്ചുമോനെ കണ്ടില്ലേ, എൻ്റെ കസിൻ്റെ കുഞ്ഞാണ്, അവനായിരിക്കും ഇത് കൂടുതലും കഴിക്കുന്നത്. ഞാൻ വല്ലപ്പോഴൊക്കെ ചെന്ന് ചായയൊക്കെ കുടിക്കുമ്പോൾ ഒരെണ്ണം എടുത്താലായി. എനിക്കിപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റി എനിക്കറിയില്ല. ബേക്കറി കഴിക്കണം, മുട്ടായി തിന്നണം, ആ ഒരു ഇഷ്ടമൊക്കെ അങ്ങ് പോയി ഇപ്പോൾ. എനിക്കിപ്പോൾ ഫുഡൊക്കെ കഴിക്കാനാണ് ഇഷ്ടം, നല്ല ചോറും കപ്പയും മീനും ഒക്കെ. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ദിസ് ഇസ് ബൈ ഫ്രം സൂര്യ. ബൈ. ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ കമൻറ്റ് ചെയ്യുക. ബൈ.